വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായിത്തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നതെന്ന് അന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദവുമുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്ത് എന്നവരെ തൊട്ടു, എഴുന്നേൽപ്പീൻ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കിയാറെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. നമ്മുടെ കർത്താവിൻ്റെ മറുരൂപ മലയിലുളവായ ഭാവാന്തരത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ സുവിശേഷങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന വേദഭാഗങ്ങളിൽ വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷ ഭാഗമാണ് നാം വായിച്ചത്. വിശുദ്ധ മർക്കോസിൻ്റെയും വിശുദ്ധ ലൂക്കോസിൻ്റെയും സുവിശേഷങ്ങളിലും ഇതേ സംഭവത്തെക്കുറിച്ചുള്ള വിവരണം ഉള്ളതായി നമുക്കറിയാം. ഈ സംഭവത്തെ പുരസ്കരിച്ച് ആദിമകാല സഭാപിതാക്കന്മാർ എഴുതിയ എഴുത്തുകൾ ഏകദേശം കിഴക്കൻ പാരമ്പര്യത്തിൽ ലഭ്യമാകുന്ന എല്ലാ എഴുത്തുകളെയും സമാഹരിച്ച് ഒരു പുസ്തകം പ്രസിദ്ധമായിട്ടുണ്ട്. ലൈറ്റ് ഓൺ ദ മൗണ്ടൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഗിരിമുകളിലെ പ്രകാശം. ന്യൂയോർക്കിലെ സെൻറ്റ് വ്ളാഡിമർ സെമിനാരി പ്രസ്സിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തുന്ന പോപ്പുലർ പെട്രിസ്റ്റിക് സീരീസിലെ ഒരു പുസ്തകമാണ്. 48ാമത്തെ പുസ്തകമാണ് ലൈറ്റ് ഓൺ ദ മൗണ്ടൻ. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് മലയിലേക്ക് പ്രാർത്ഥിപ്പാൻ പോകുന്ന ഈ സംഭവത്തെ പുരസ്കരിച്ച് 23 സഭാപിതാക്കന്മാർ എഴുതിയിട്ടുള്ള എഴുത്തുകളാണ് ഈ പുസ്തകത്തിലെ സമാഹാരം. അതിൽ ആലങ്കാരിക വേദവ്യാഖ്യാനത്തിൻ്റെ കുലപതിയായ ഒറിഗൺ മുതൽ താബോറിലെ വെളിച്ചം, ദ അൺക്രിയേറ്റഡ് ലൈറ്റിനെ കുറിച്ചുള്ള ധ്യാനം, സഭാപാരമ്പര്യത്തിൽ ഒരു പുതുനവീകരണത്തിൻ്റെ മറുമരുന്നായി ഇട്ടുതന്ന 14-ാം നൂറ്റാണ്ടിലെ ഗ്രിഗറി പലാമസ് വരെ ഉള്ള പിതാക്കന്മാരുടെ എഴുത്തുകളാണ് 23 വ്യാഖ്യാനങ്ങളായി ഈ പുസ്തകത്തിൽ സമാഹരിച്ചിട്ടുള്ളത്. അതിൽ 3-4 പിതാക്കന്മാരുടെ എഴുത്തുകളിൽ ചില
വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ഇനിയുള്ള നിമിഷങ്ങളിൽ ഈ വേദഭാഗവുമായി ചേർത്ത് വെച്ച് നാം ധ്യാനിക്കുന്നത്. അതിൽ ഒറിഗണുണ്ട്, സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് ഉണ്ട്, അലക്സാന്ദ്രിയയിലെ വിശുദ്ധനായ കൂറിലോസ് ഉണ്ട്. ഈ പിതാക്കന്മാരുടെയൊക്കെ എഴുത്തുകളിൽ ഈ വേദഭാഗത്തിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനം അതിൻ്റെ ചാരുത കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കുറെ കൂടി ദൈവത്തിങ്കിലേക്ക് ഉണർത്തുന്നവയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ വേദഭാഗം ആരംഭിക്കുന്നത് 6 ദിവസങ്ങൾ കഴിഞ്ഞ് യേശുദമ്പുരാൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ടാണ്. വിശുദ്ധനായ മർക്കോസിൻ്റെ സുവിശേഷത്തിലും 6 ദിവസം എന്നൊരു വാക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ആ ദിവസത്തിൻ്റെ കണക്കിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുഖം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവരോട് സംഭാഷിക്കുന്നു എന്നിങ്ങനെയാണ് ലൂക്കായുടെ സുവിശേഷം തുടർന്നു പോകുന്നത്. ഈ 3 സുവിശേഷങ്ങളിൽ 2 സുവിശേഷങ്ങളിൽ 6 ദിവസം കഴിഞ്ഞ് മലയിലേക്ക് ഈ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുന്നു. ഒരു സുവിശേഷത്തിൽ 8 നാൾ കഴിഞ്ഞ് എന്ന് പറയുന്നു. ഞാൻ ഈ ദിവസങ്ങളുടെ കണക്ക് ആദ്യമേ സൂചിപ്പിക്കുന്നത് നാം ഇവിടെ പരാമർശിച്ച പുസ്തകത്തിലെ ആദ്യത്തെ വ്യാഖ്യാനം ഒറിഗൻ്റേതാണ്. ഒറിഗൻ്റെ വ്യാഖ്യാനത്തിൽ ഈ ദിവസങ്ങൾക്കൊരു ആലങ്കാരികമായ വ്യാഖ്യാനം നൽകിയാണ് അത് ആരംഭിക്കുന്നത്. അത് തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ 3 സുവിശേഷങ്ങളിലും വ്യത്യസ്തങ്ങളായ ദിവസങ്ങളുടെ കണക്കുകൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിലും 2 സുവിശേഷങ്ങളിൽ പരാമർശിക്കുന്ന 6 ദിവസങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേക കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വളരെ സാന്ദർഭികമായി കാലികമായി ചിന്തിക്കുമ്പോൾ ശരിക്കും ഇവർ 3 പേരും യേശുവിനോടൊപ്പം ഒരു പ്രാർത്ഥനയോഗത്തിന് പോയതാണ്. കാരണം അങ്ങനെയാണ് തിരുവെഴുത്തിൽ പറയുന്നത്. യേശു ഈ 3 ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഒരു മലയിലേക്ക് പോയി, പ്രാർത്ഥനയോഗത്തിന് പോയതാണ്. അവിടെ എത്തുമ്പോൾ 2 ആളുകൾ ആ പ്രാർത്ഥനയോഗത്തിൽ സംബന്ധിക്കാൻ അവിടെയുമുണ്ട്, മോശയും ഏലിയാവും. നമ്മുടെയൊക്കെ സാധാരണ പ്രാർത്ഥനായോഗങ്ങളുടെ ഒരു സമകാലിക അംഗബലം 5, പിന്നെ മുകളിലോട്ട്, പിന്നെയും ചിലപ്പോൾ താഴോട്ട്. ഇപ്പം എന്തായാലും 5 പേരാണെങ്കിലും മതി. ആ 5 പേർ മാത്രമുള്ള ഈ പ്രാർത്ഥനാ യോഗത്തിൽ, യേശുവിനോടൊപ്പമുള്ള ഈ പ്രാർത്ഥനാ യോഗത്തിൽ നിന്ന് തന്നെ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള അവബോധത്തോടു കൂടി വേണം ഈ വേദധ്യാനത്തിൽ നമ്മുടെ മനസ്സ് അതിനോടൊപ്പം സഞ്ചരിക്കേണ്ടത്. 6 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എന്ന വാക്കിനെ കുറിച്ച് ഒറിഗൻ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. 6 after 6 days എന്നുള്ള വാക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, For since the whole world, this complete creation came into being in 6 days, a perfect number. For this reason, I think that the one who overcomes all worldly things by no longer keeping in view the things that are seen,
for they are temporal, but now things that are unseen, and only things that are unseen, for they are eternal, is revealed in the statement that Jesus took this particular discipleship up after 6 days. 6 ദിവസങ്ങൾക്ക് ശേഷം എന്നൊരു കണക്ക് പറഞ്ഞിട്ട് ഈ 6 ദിവസങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണവുമായി അദ്ദേഹം വളരെ പെട്ടെന്ന് ബന്ധിപ്പിക്കുകയാണ്. 6 ദിവസങ്ങൾ കൊണ്ടാണ് സൃഷ്ടി പൂർണ്ണമാകുന്നത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു. എബ്രായ വേദചരിത്രം അങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം വിശ്രമ ദിവസമാണ്. 6-ാം ദിവസം ഉച്ചയ്ക്ക് ശേഷം മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നൊക്കെ കാവ്യാത്മകമായി ആളുകൾ പറയും. അങ്ങനെ ഓരോ ദിവസത്തെയും സൃഷ്ടി വിവരണങ്ങൾ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സൃഷ്ടി വിവരണ 6-ാം ദിവസം സമാപിക്കുകയാണ്. അങ്ങനെ ഈ 6 ദിവസങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ നടത്തിയിട്ടുള്ള സൃഷ്ടികളെല്ലാം നമ്മുടെ കണ്ണിന് കാണാവുന്നവയാണ്. 4-ാം നൂറ്റാണ്ടിലെ ഒരു വേൾഡ് വ്യൂ പ്രകാരമാണ് ഇപ്രകാരം പറയുന്നത് എന്ന് ബ്രാക്കറ്റിൽ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ ഗാലക്സികളും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അതിൻ്റെയും സൃഷ്ടാവായ ഏക ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് എന്ന് വിശ്വാസ പ്രമാണത്തിൻ്റെ 1-ാം ഖണ്ഡികയെ പുനരാഖ്യാനം ചെയ്തുകൊണ്ട് വേണം നമ്മുടെ ബോധമണ്ഡലം ഈ വിചാരത്തോട് ചേർത്ത് വെക്കേണ്ടത്. ഇവിടെ 6 ദിവസങ്ങളിലെ സൃഷ്ടി കാണപ്പെടുന്ന സൃഷ്ടിയാണ്. ആ കാണപ്പെടുന്ന പ്രാപഞ്ചികമായ തലങ്ങളിൽ നിന്ന് ഒരാരോഹണം, ബോധത്തിൻ്റെ ആരോഹണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ 6 ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാരെ ഒരു ഉയർന്ന മലയിലേക്ക് യേശുതമ്പുരാൻ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് ഈ പിതാവ് വളരെ ആലങ്കാരികമായി പറയുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അതാണിവിടെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ. The things that are seen, for they are temporal. കാണുന്നത് താൽക്കാലികമാണ്, നശ്വരമാണ്, ക്ഷണീകമാണ്. എന്നാൽ കാണാത്തതിനെ കുറിച്ച് ഈ വേദഭാഗത്തിൽ പറയുന്നത് പോലെ തന്നെ things that are unseen, they are eternal. ഭാരതീയ പാരമ്പര്യത്തിൽ 18 വയസ്സാകുന്നതിന് മുമ്പ് ഒരു വിദ്യാർത്ഥി പഠിച്ചിരിക്കേണ്ട വിവേകങ്ങൾ അടിസ്ഥാനമായി 4 എണ്ണമാണ്. അതിൽ ആ 4 വിവേകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിത്യാനിത്യ വസ്തു വിവേകമാണ്. നിത്യമായത് ഏതാണ്, അനിത്യമായത് ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ഡിസേൺമെന്റ്. എറ്റേണൽ ഏതാണ്, ടെമ്പറൽ ഏതാണ്. ഒരു വിദ്യാർത്ഥിക്ക് 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് അവന് ബോധ്യം വരേണ്ട സംഗതിയാണ്. എങ്കിൽ മാത്രമാണ് 7, 10, 70, ഏറെയായാൽ 80 എന്ന് പറയുന്ന ഈ താൽക്കാലിക ജീവിത സാഹചര്യത്തിൽ എന്താണ് ആത്യന്തികമായി സമ്പാദിക്കേണ്ടത്, നിത്യമായതാണോ അനിത്യമായതാണോ? അനിത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ പലയാവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിട്ടുകളയാനുള്ളതെന്നാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. വീട്, വിടാനുള്ളത്. നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ സ്ഥാനമാനങ്ങൾ, ഐഹികമായി നാം വലുത് എന്ന് കരുതുന്ന എല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ നമുക്ക് വിട്ടുകളയാനുള്ളതാണ്, നാം വിട്ടുകളയേണ്ടി വരുന്നതാണ്, അല്ലെങ്കിൽ അത് നമ്മെ വിട്ടുപോകുന്നതാണ്. അത് ടെമ്പറലാണ്. എന്നാൽ നിത്യമായ ഒന്നിനെക്കുറിച്ച്,
നമ്മുടെ കർത്താവ് ആവർത്തിച്ച് നിത്യജീവനെക്കുറിച്ചുള്ള വാക്കുകൾ പറയുമ്പോൾ ഏതൊരു കാലഘട്ടത്തിലും ആഴമുള്ള മനുഷ്യരെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിത്യമായ സംഗതികളോടുള്ള സന്ധിയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഈ നിത്യ വസ്തു വിവേകം എന്നുള്ളത് പരമപ്രധാനമായ ഒരു സംഗതിയായി എല്ലാ പുരാതന പാരമ്പര്യങ്ങളിലുമുള്ളത്. അത് തന്നെയാണ് ഇവിടെ ഓറിഗൻ സൂചിപ്പിക്കുന്നത്. 6 ദിവസങ്ങൾക്ക് ശേഷം ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അവിടെ ചെറിയൊരു അപ്ലിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ ബോധത്തിന്റെ ഒരു ചെറിയ ആരോഹണത്തിന്റെ സൂചനയാണ്. പ്രാപഞ്ചികമായ സംഗതികളിൽ നിന്നുള്ള ഒരു കയറിപ്പോക്കാണ്, വിചാരലോകത്തിന്റെ കയറിപ്പോക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ സൂചിതമാവുന്നത്. സംസാരത്തെ കീഴ്പ്പെടുത്തുന്നത് വിചാരം കൊണ്ടാണ്. സംസാരം എന്നാൽ നമ്മുടെ വർത്തമാനം എന്ന അർത്ഥം മാത്രമല്ലല്ലോ അതിനുള്ളത്. ഈ ലോകത്തിന്റെ ഒരു പര്യായം കൂടിയാണ് സംസാരം. ലോകമെന്ന വാക്ക് തന്നെ ആപേക്ഷികമായ ഒന്നാണ്. ലോചനം കൊണ്ട് കാണാവുന്നതാണ് ലോകം. ലോചനം എന്നാൽ കണ്ണ്. ഒരാളുടെ കണ്ണുകൊണ്ട് കാണാവുന്നതാണ് ലോകമെന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ചക്രവാള സീമകൾ വ്യത്യസ്തമായതുകൊണ്ട് അത് ശരീരത്തിന്റെ കണ്ണിന്റെ മാത്രമല്ല പവർ വ്യത്യാസമുള്ളത്, വിശ്വാസത്തിന്റെ കണ്ണിന്റെ, അറിവിന്റെ കണ്ണിന്റെ, ഇങ്ങനെ അതീതമായ കാഴ്ചപ്പാടുകളുടെയും നിലയ്ക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് ഓരോരുത്തരുടെയും ലോകം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ആകെ ഒരൊറ്റ ലോകമേ ഉള്ളൂവെങ്കിലും മനുഷ്യർ ചെറിയ ലോകങ്ങളിൽ കിടന്ന് പരസ്പരം കലഹിക്കുന്നത് എന്ന് പറയും. എം.എൻ. വിജയൻ മാഷിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ എന്നാണ്. മനുഷ്യർ പാർക്കുന്ന ലോകം എന്നല്ല. പൊതുവെ ഒരൊറ്റ ലോകമേ ഉള്ളൂവെങ്കിലും നാം ഓരോരുത്തരും നമ്മുടെ ധാരണകൾക്കും തെറ്റിദ്ധാരണകൾക്കും അനുസൃതമായി നമ്മുടേതായ ലോകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞു വരുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മുടെ കാലം കഴിയാറായിരിക്കും. അതിനു മുമ്പ് ഒരു തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ് ഈ ബോധത്തിന്റെ ആരോഹണം എന്നുള്ളത് കൊണ്ട്, പ്രത്യേകിച്ചും പ്രാർത്ഥനാ യോഗത്തിന് പോകുന്ന ആളുകൾ അടിസ്ഥാനപരമായി ഈ ബോധാരോഹണത്തിലേക്ക് കയറിപ്പാർക്കേണ്ടവരാണ് എന്നുള്ളൊരു സൂചനയാണ് അവൻ പ്രാർത്ഥിപ്പാൻ ഇവരെ കൊണ്ടുപോകുമ്പോൾ ഈ ഒരു വ്യാഖ്യാനത്തിലൂടെ ഇവിടെ ആദ്യമേ തന്നെ സമ്മാനിക്കുന്നത്. നമുക്കറിയാലോ, 2 ദിവസങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര യോഗാ ദിനമായിരുന്നു. ഇങ്ങനെ യോഗ സിദ്ധാന്തങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിപ്പോ കുറെ കൂടി മതപരമായ നിലയിലൊക്കെ മാറിയതുകൊണ്ട് പല ആളുകൾക്കും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അത്തരം ഭക്തിയാഭ്യാസങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ശാരീരിക അഭ്യാസങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ടാവും. എന്നിരിക്കലും അടിസ്ഥാനപരമായി അതിൻ്റെ പിന്നിൽ ഒരു തത്വമുണ്ട്. പ്രത്യേകിച്ചും കുണ്ടലിനി യോഗയൊക്കെ വിശദീകരിക്കുന്ന ആചാര്യന്മാർ മനുഷ്യ ശരീരത്തിലെ 7 ഊർജ ചക്രങ്ങളെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അതിൽ മനുഷ്യന്റെ അധോഭാഗത്ത് സ്വാധിഷ്ഠാനം, മൂലാധാരം, മണിപൂരം, പ്രധാനമായും മനുഷ്യന്റെ ജീവിതത്തിൽ കൂടുതൽ ഊർജം വ്യവഹരിക്കപ്പെടുന്നത് ഈ 3 ഊർജ ചക്രങ്ങളിലേക്കാണ്. ഈ 3 ഊർജ ചക്രങ്ങൾ എന്നാൽ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കുകയും ഇണചേരുകയും ഇരതേടുകയും ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈറ്റിങ്ങും മീറ്റിങ്ങും ആ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് മനുഷ്യന്റെ മനസ്സ് കൂടുതൽ മുക്തമാവുന്നത്, കൂടുതൽ അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നത്, കൂടുതൽ സമയം വ്യാപരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ യഥാർത്ഥത്തിലുള്ള ഊർജ പ്രസരണം ഇത്തരത്തിലൊരു തിരോഗമനമാണ് അതിന് സംഭവിക്കുന്നത് എന്നവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ ഭക്തിയാഭ്യാസങ്ങളും പ്രാർത്ഥനാ മന്ത്രങ്ങളും ഈ ഊർജത്തെ ഒരു ഊർധ്വഗമനത്തിലേക്ക്, മുകളിലേക്ക്, ബോധത്തെ മുകളിലേക്ക് ആരോഹണം ചെയ്യാനുള്ള ഒരു പരിശ്രമമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ഇത് കാമിനി കാഞ്ചനങ്ങളിൽ
കാമിനി കാഞ്ചനങ്ങളിൽ മാത്രം പെട്ട് നമ്മുടെ ഊർജം, അതിൻ്റെ വ്യവഹാരം അവസാനിക്കുമെന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഈ ഊർജത്തിന്റെ താഴോട്ടുള്ള പ്രസരണം ആവശ്യത്തിന് മാത്രം നൽകിക്കൊണ്ട് ശേഷിക്കുന്ന ഊർജത്തെ അനാഹത ചക്രത്തിൽ, ഹൃദയകമലത്തിൽ സമാഹരിക്കുകയും അത് വിശുദ്ധ ചക്രത്തിലേക്കും ആജ്ഞാചക്രത്തിലേക്കും സഹസ്രാര കമലത്തിലേക്കും പരിണമിക്കുമ്പോഴാണ് ഒരാൾ എൻലൈറ്റൻഡ് ആവുന്നത്, ഒരാൾ ബോധത്തിന്റെ ഉദയം പ്രാപിക്കുന്നത് എന്നുള്ള മനോഹരമായ ഒരാശയം, ഒരു തത്വം ഈ പറയുന്ന യോഗ പാരമ്പര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാ ഭക്തിയാഭ്യാസങ്ങളെയും, പ്രത്യേകിച്ചും ഹൃദയകമലത്തിലെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ കിഴക്കൻ പാരമ്പര്യങ്ങളിലുമുള്ള ജപമാല പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ യേശുനാമ പ്രാർത്ഥന പോലെ ജപമാല പ്രാർത്ഥനകൾ അതെല്ലാ പുരാതന പാരമ്പര്യങ്ങളിലുമുള്ളതാണ്. അത് ബുദ്ധ പാരമ്പര്യത്തിലുണ്ട്, സൂഫിസത്തിലുണ്ട്, എല്ലായിടങ്ങളിലുമുണ്ട്. ജപമുള്ളിടത്ത് പാപമില്ല, മൗനമുള്ളിടത്ത് കലഹമില്ല. ഇതാണ് പ്രമാണം. ആ ജപമുള്ളിടത്ത് നിരന്തരമായ നാമജപം, ദൈവനാമജപം ഹൃദയത്തിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് സോപാനത്തിലെ യോഹന്നാൻ ചോദിക്കുന്നത് പോലെ ഫിലോക്കാലിയയിൽ നമ്മൾ വായിക്കും, ദൈവത്തിന്റെ നാമം നിന്റെ ഹൃദയത്തിൽ നീ ഇങ്ങനെ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ചിലപ്പോൾ യാന്ത്രികമായിട്ടായിരിക്കും അത് ഉരുവിടുന്നത്, യേശുവേ ദാവീദ് പുത്രാ എന്നോട് കരുണ ചെയ്യണമേ എന്ന്. എന്നാൽ നിനക്കതിൽ വലിയ ഗൗരവമൊന്നുമില്ലെങ്കിലും പിശാച് അത് ഇത്തിരി ഗൗരവമായി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ ഉള്ളിൽ യേശുനാമം മുഴങ്ങുമ്പോൾ പിശാചിന് നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാവുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മനസ്സറിയാതെ പോലും നാം ഉരുവിടുന്ന പ്രാർത്ഥനാ മന്ത്രങ്ങൾ എത്രമാത്രം നമ്മുടെ ഊർജ പ്രസരണത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള മനോഹരമായ ഒരു ആശയം ഫിലോക്കാലിയയിൽ ആവർത്തിച്ച്, ഞാൻ മുന്നമേ പേര് പറഞ്ഞ ഗ്രിഗറി പലാമസ് എന്ന പിതാവ് ആവർത്തിച്ച ഈ ആശയങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ പരാമർശിക്കുന്നുണ്ട്. ഇവിടെ 6 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ ആരോഹണം ബോധത്തിന്റെ ആരോഹണമായി, ആമുഖമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മലയാളത്തിലെ ഒരു എഴുത്തുകാരിയായിരുന്നു അഷിത, മരിച്ചുപോയി. അഷിതയുടെ കുറിപ്പുകളിൽ പാപത്തെക്കുറിച്ച് ഒരു നിർവചനം വായിക്കാനിടയായി. അതിങ്ങനെയാണ്: മനുഷ്യന്റെ ആത്മാവിന്റെ ഒരു സ്വാഭാവികമായ ഗതീയതയാണ് മുകളിലേക്കുള്ള ആരോഹണം. ആ മുകളിലേക്കുള്ള ഈ ആരോഹണത്തെ എന്തൊക്കെയാണോ പിടിച്ച് താഴേക്ക് വലിക്കുന്നത്, അതാണ് പാപം. നമ്മൾ പല പാപങ്ങളുടെ പട്ടിക നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബോധത്തെ ഉയർന്ന മണ്ഡലത്തിൽ നിലനിന്ന് വ്യവഹരിക്കാനുള്ള അതിൻ്റെ ശേഷിയെ തടുത്തു നിർത്തിക്കൊണ്ട് അതിനെ ഇങ്ങനെ വളരെ നിസ്സാരങ്ങളായ കാര്യങ്ങളിലേക്ക് താഴേക്ക് വലിക്കുന്നതാണ് പാപം എന്ന് പറയുന്നത്. ഞാനതിവിടെ പറയാൻ കാരണം, ഒറിഗന്റെ തന്നെ വാക്കുകളിൽ അതിന് സമാനമായ ഒരു വാക്ക് ഇവിടെ നാം വായിക്കുന്നുണ്ട്. All that ends to distract the soul and draw it away from the better and more divine things and to drag it down. വലിച്ചു താഴേക്കിടുകയാണ്. ദൈവീകമായ കാര്യങ്ങളിലേക്ക്, ദൈവീകമായ ഒരു ബോധത്തിന്റെ ലാവണ്യത്തിലേക്ക് കയറിപ്പാർക്കാനുള്ള മനുഷ്യ മനസ്സിന്റെ ശക്തിയെ, അതിനെ ഇങ്ങനെ ശിഥിലീകരിക്കുകയും ആ ശക്തിയെ ചെറുതാക്കുകയും ചെയ്യുന്ന നിസാരങ്ങളായ സംഗതികൾ, സാരവത്തായ സംഗതികൾ അഭിരമിക്കേണ്ട ബോധത്തെ നിസാരങ്ങളായ സംഗതികളിൽ ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണോ അതാണ് പാപം എന്നുള്ളതാണ്. അതാണ് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള തരത്തിലാണ് ഇവിടെ ഒറിഗന്റെ എഴുത്തുകളിൽ നാം വായിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ പ്രാർത്ഥനയോഗത്തിന് പോകുന്നത് എന്തിനാണ്? ബോധത്തിന്റെ ആരോഹണത്തിനാണ്. നമ്മൾ പ്രാർത്ഥനായോഗത്തിന് പോകുന്നത് ബോധത്തിന്റെ ആരോഹണത്തിനാണ്. 6 ദിവസങ്ങൾക്ക് ശേഷം 7ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥനായോഗത്തിന് പോകുന്നു. പ്രാപഞ്ചികമായ സകലതിനെയും അല്ലെങ്കിൽ അനിത്യമായ സകലതിനെയും കുറിച്ചുള്ള നമ്മുടെ വ്യവഹാരങ്ങളെയൊക്കെ ഒന്ന് മറന്ന് ദൈവീകമായൊരു ബോധത്തിലേക്ക് ഉണർന്നിരിക്കാനുള്ള ഒരു പ്രയാണമാണ് ഇത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിൽ ചെല്ലുമ്പോൾ കണ്ടതും കേട്ടതും എന്തൊക്കെയാണ്?
മുകളിൽ ചെല്ലുമ്പോൾ കണ്ടതും കേട്ടതും നമ്മളെ പഠിപ്പിക്കുന്നത് എന്തൊക്കെയാണ്, പ്രത്യേകിച്ചും ആ ശിഷ്യന്മാരെ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്നുള്ള ആ വ്യാഖ്യാനത്തിൽ നിന്ന് തന്നെ നമുക്കെന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കൃത്യമായ ഒരു നേർരേഖ പിതാക്കന്മാർ വരച്ചു കാട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ സെയിന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ വ്യാഖ്യാനമാണ് ഇനിയുള്ള ഭാഗത്ത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. അവരുടെ മുമ്പാകെ അവൻ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന്. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. ഇവിടെ യേശു തമ്പുരാന്റെ ഒരു രൂപാന്തരത്തെക്കുറിച്ചും അവിടെ സന്നിഹിതരായിരുന്ന മോശയെയും ഏലിയാവിനെയും കുറിച്ചും പരാമർശിക്കുന്നുണ്ട്. മോശയും ഏലിയാവും ഈ ഗിരിയുടെ മുകളിൽ കാണപ്പെടുന്നതിൻ്റെ പിന്നിലുള്ള അർത്ഥങ്ങൾ 4-5 പാഠങ്ങളായി തിരിച്ച് സെയിന്റ് ജോൺ ക്രിസോസ്റ്റം പഠിപ്പിക്കുന്നു. മോശയും ഏലിയാവും എന്ന് പറയുമ്പോൾ പഴയ നിയമ ചരിത്രത്തിലെ അതികായന്മാരായ 2 നായകത്വ ഭാവങ്ങളാണ്. ചില മനുഷ്യരുണ്ട്, വലിയ ഗ്രാവിറ്റിയുള്ള മനുഷ്യരാണ്, വളരെ ആഴമുള്ള മനുഷ്യരാണ്. നമുക്കറിയാമല്ലോ, വളരെ ആഴം കുറഞ്ഞ മനുഷ്യരുണ്ട്, ആഴമുള്ള മനുഷ്യരുണ്ട്. നമ്മളിങ്ങനെ ഈ മഴക്കാലത്ത് വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ചെറിയ ചെറിയ കുഴികളൊക്കെ നമ്മുടെ നാട്ടിലെ റോഡിലുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആ ചെറിയ ഗട്ടറുകളിലെ വെള്ളങ്ങളിൽ ഇങ്ങനെ കാല് ചവിട്ടി വെള്ളം തെറിപ്പിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോകുന്ന വഴി. അപ്പൊ ആ ചെറിയ കുഴിയിലെ വെള്ളത്തിൽ നമ്മളിങ്ങനെ കാല് ചവിട്ടുമ്പോൾ ആ വെള്ളം നമ്മുടെ ശരീരത്തേക്കും തെറിക്കും, അടുത്ത് നിൽക്കുന്ന ആളുകളുടെ ശരീരത്തേക്കും തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചില മനുഷ്യരങ്ങനെയാണ്, വളരെ ആഴം കുറഞ്ഞ മനുഷ്യർ. വെറുതെ പോയി മുട്ടിയാൽ നമുക്ക് മാത്രമല്ല, പരിസരത്ത് നിൽക്കുന്നവർ മുഴുവൻ ചീത്തയാവും. എന്നാൽ ചില ആഴമുള്ള മനുഷ്യരുണ്ട്, കടൽ പോലെയുള്ള ചില മനുഷ്യരുണ്ട്. ചില ഗുരുക്കന്മാരെയൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതിങ്ങനെ നമ്മൾ ഓരോ കാൽപാദം ആ തീരത്ത് നിന്ന് വെച്ച് ഇറങ്ങും തോറും എത്രയെത്തിയാലും നിലയില്ലാതെ നമ്മളെ തന്നെ ഇങ്ങനെ വിഴുങ്ങിയെടുക്കുന്ന ചില മനുഷ്യരാണ്. അതാണ് ഈ അപാരമായ ഗുരുത്വമുള്ള മനുഷ്യരെന്ന് പറയുന്നത്. വലിയൊരു ഗ്രാവിറ്റി അവർക്കുണ്ട്, സ്പിരിച്വൽ ഗ്രാവിറ്റി. അത്തരം ആളുകൾ കുറഞ്ഞു പോകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുഭാഷ് ചന്ദ്രന്റെ ഒരു വരി ഞാൻ പലപ്പോഴായി എന്നോട് തന്നെ പറയാൻ ശ്രമിച്ചിട്ടുള്ള വരിയാണ്. മനുഷ്യനൊരാമുഖം എന്ന പുസ്തകത്തിൽ അയാൾ എഴുതിയിട്ടുണ്ട്. ഇണയായോ തുണയായോ അന്തസ്സുള്ള ഒരു ആത്മാവിനെ പോലും കണ്ടെടുക്കാനാവാത്ത കാലമാണ് എൻ്റേത്. ഒരു മാതൃകാ പുരുഷനില്ല, വിശ്വസിക്കാവുന്ന ഒരു പ്രത്യയശാസ്ത്രമില്ല. ഈ ഒരു ദുർഭഗതയിൽ ഇവിടെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ യേശു 2 മാതൃകാ ബിംബങ്ങളെ ഈ മലയുടെ മുകളിൽ കരുതി വെക്കുന്നു. ഈ 2 അതികായന്മാരായ പഴയ നിയമത്തിലെ നായകന്മാർ മോശയും ഏലിയാവും, അവർ നമുക്ക് സമ്മാനിക്കുന്ന പാഠങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ പാഠം ഒരു സുവിശേഷ ഭാഗം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. ബെത്സയിദയിലെ ഒരു അന്ധനെ സൗഖ്യമാക്കിയതിനു ശേഷം, അതിനു മുമ്പ് 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കിയതിനു ശേഷം സഞ്ചരിക്കുമ്പോഴാണ് ബെത്സയിദയിൽ ഒരു കുരുടനെ യേശു സൗഖ്യമാക്കുന്നത്.
ഈ 2 അത്ഭുത പ്രവർത്തനങ്ങൾക്ക് ശേഷവും അവർ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വടക്കേ ദേശമായ കൈസരിയ ഫിലിപ്പിയിലേക്കാണ് ഇവരുടെ യാത്ര. ആ യാത്രയിൽ ഒടുവിൽ യേശുവും 12 ശിഷ്യന്മാരും തനിച്ചാവുന്നു. ഇങ്ങനെ ഇവർ 13 പേരും സഞ്ചരിച്ചു ചെല്ലുമ്പോൾ യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചിരകാല പ്രസിദ്ധങ്ങളായ 2 ചോദ്യങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും മനഃപ്പാഠമാണ്. ഒന്ന്, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയും? മറ്റൊന്ന്, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയും? ഈ ഭാഗം ഇന്നലെ മിനിയാന്ന് ഞാനത് ഒരു വെബ് സീരീസിൽ കാണാനിടയായി. ചോസൺ എന്ന പേരിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം 4 സീരീസുകളായി ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. അതിൽ അവസാനത്തെ സീരീസിൻ്റെ 1-ാം ഭാഗം ഈ ഒരു സന്ദർഭം പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അവിടെ യേശുവും ശിഷ്യന്മാരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയും? ജനങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമായി ചിലർ ഏലിയാവെന്നും ചിലർ യിരെമ്യാവെന്നും മറ്റു ചില പ്രവാചകന്മാരിൽ ഒരാളെന്നും എന്നൊക്കെയാണ് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പം ഈ സീരീസ് കുറേ അധികം വേദപുസ്തക പശ്ചാത്തലത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഹോംവർക്ക് ചെയ്ത് നടത്തി വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു സീരീസാണ്. അതിനോട് എതിരഭിപ്രായമുള്ള ആളുകളുണ്ട്. മീൻസ് ഒരു ഹിസ്റ്റോറിക്കൽ ജീസസിനെ, മനുഷ്യനായ യേശുവിനെ അവതരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ്. അങ്ങനെ ഒരു മൂവ്മെന്റ് സമീപകാലത്തായി വേദശാസ്ത്ര സംഘർഷങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായി കൂടിയാണ് എന്ന് പറയുമ്പോഴും ഈ ഒരു വേദഭാഗത്തിൻ്റെ ദൃശ്യ ആവിഷ്കാരത്തിൽ വേദപുസ്തകത്തോട് ചേർത്ത് വായിക്കാവുന്ന 1-2 ഉത്തരങ്ങൾ കൂടി അവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ ചിലർ ഏലിയാവെന്ന് പറയുന്നു. സെബദിയുടെ മകനായ യാക്കോബാണ് അവിടെ പറയുന്നതായി കാണുന്നത്. അപ്പൊ ഏലിയാവെന്ന് മാത്രമല്ല അയാൾ പറയുന്നത്, സത്യത്തെക്കുറിച്ചും അനുതാപത്തെക്കുറിച്ചും നീ പ്രസംഗിക്കുന്നത് കൊണ്ട് നീ ഏലിയാവാണെന്ന് ചിലർ പറയുന്നു. അപ്പോ മറ്റേ സഹോദരൻ യോഹന്നാൻ പറയുന്നുണ്ട്, നീ യിരെമ്യാവാണെന്ന് പറയുന്നു. അതിനെ കാരണം അവിടെ പറയുന്നുണ്ട്, മത നേതാക്കന്മാരാൽ നീ തിരസ്കരിക്കപ്പെട്ടവനായതുകൊണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ ഒരു വാക്കുണ്ടത്, മത നേതാക്കന്മാരാൽ നീ തിരസ്കരിക്കപ്പെട്ടവനായതുകൊണ്ട് നീ യിരെമ്യാവാണെന്ന് ചിലർ പറയുന്നു. അപ്പൊ ശീമോൻ പത്രോസ് നഥനയേലിനോട് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് യുവർ ടേൺ, നിനക്ക് പറയാനുള്ളത് നീ പറ. അപ്പൊ നഥനയേൽ പറയുന്നു, നീ യോഹന്നാൻ സ്നാപകനാണെന്ന് ചിലർ പറയുന്നു. അപ്പോഴാണ് 2ാമത്തെ ചോദ്യം, നിങ്ങൾ എന്നെക്കുറിച്ച് ആര് എന്ന് പറയും? അപ്പൊ ശീമോൻ പറയും, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാകും. ബറിയോന ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇതാണ് വിശ്വാസം, ഇതാണ് പാറ. ഈ വിശ്വാസത്തിന്റെ പാറമേൽ ഞാൻ സഭയെ പണിയും. ഏത് വിശ്വാസത്തിന്റെ? ക്രിസ്തു ആരാണ്, ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള വിശ്വാസത്തിന്റെ പാറമേൽ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ ശിഷ്യന്മാർ 3 പേരും യേശു തമ്പുരാന്റെ ഒപ്പം മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ കാണുന്നത് മോശയെയും ഏലിയാവിനെയുമാണ്. ഈ മോശയെയും ഏലിയാവിനെയും അവർ കണ്ടുമുട്ടുമ്പോൾ ആരാണ് യഥാർത്ഥ യജമാനൻ? ഹു ഈസ് ദ റിയൽ മാസ്റ്റർ? മോശ എന്നാൽ നിയമദാതാവാണ്. ഏലിയാ പ്രവാചകൻ കർമ്മേൽ മലയിൽ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ ധീരനായ വിശ്വാസ സംരക്ഷകനാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം മോശയും ഏലിയാവും എന്ന് പറയുന്നത് അവരുടെ മതജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത് മോശയേക്കാൾ വലിയവൻ ഇതാ ഇവിടെ, ഏലിയാവിനേക്കാൾ വലിയവൻ മശിഹ ഇതാ ഇവിടെ എന്നുള്ള പാഠമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരുവൻ ആദ്യമുണ്ടാവേണ്ട അവബോധം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാകുന്നു എന്നുള്ള വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ അതിങ്ങനെ ഏറ്റുപറഞ്ഞ് യാന്ത്രികമായി പറഞ്ഞ് പദം വന്ന് നമുക്കതിനെക്കുറിച്ച് വലിയ ആഴത്തിലുള്ള തോന്നലൊന്നുമില്ല. പലപ്പോഴും ദൈവം നമുക്ക് മറ്റ് പലതിനുമുള്ള ഒരു ഉപാധിയായിട്ട് തന്നെ പരിണമിച്ചിരിക്കുന്ന കാലമാണ്. നമ്മളിടുന്ന നേർച്ചപ്പണത്തിന് കൃത്യമായി പ്രത്യുപകാരം തരേണ്ട ഒരാൾ, അങ്ങനെയൊക്കെ ചുരുങ്ങിപ്പോയിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ 6 ദിവസങ്ങളിലെ കാര്യങ്ങൾ എല്ലാം ക്രമപ്പെടുത്തണ്ട. ഏത് 6 ദിവസങ്ങളിലെ? ഈ സൃഷ്ടിയിലെ ഈ 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരെ കൊണ്ടുപോകുന്നത്. പലപ്പോഴും നമ്മൾ ഈ 6 ദിവസങ്ങൾക്കകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ആ 6 ദിവസങ്ങളിലെ കാര്യങ്ങൾ ക്രമപ്പെടുത്തി തരേണ്ട ഒരാൾ മാത്രമായി ദൈവം പരിണമിച്ചിരിക്കുന്ന ഒരു കാലത്താണ് യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാരെയും കൂട്ടി 6 ദിവസങ്ങൾക്ക് ശേഷം പ്രാർത്ഥിപ്പാൻ ഒരു മലയിലേക്ക് കയറിപ്പോയിട്ട് അവിടെ മോശയെയും ഏലിയാവിനെയും കാണിച്ച് തൻ്റെ ഇരുവശങ്ങളിലും കൈകൂപ്പി നിൽക്കുന്ന, ബൈസന്റൈൻ ഐക്കണോഗ്രഫിയിൽ നമ്മൾ ആ ചിത്രം കണ്ടിട്ടുണ്ട്, വിനീത വിധേയരായി നിൽക്കുന്ന മഹാനായ മോശയും മഹാനായ ഏലിയാവും അവർ പ്രഖ്യാപിക്കുകയാണ് ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹയാണ്. അവർ സംസാരിക്കുന്നത് യെരുശലേമിലുള്ള നിര്യാണത്തെക്കുറിച്ചാണ്, അവന്റെ ബലിയാകലിനെ കുറിച്ചാണ്. ഈ ലോകത്തിന്റെ സർവ്വലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവന്റെ ബലിയാകലിനെ കുറിച്ചാണ് അവിടെ സംവദിക്കപ്പെടുന്നത്. ഒന്നാമത്തെ ബോധ്യം, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ എന്ന നാം ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണത്തിന്റെ കാതൽ, ആ ബോധത്തിലേക്ക്, അതിൻ്റെ ആഴത്തിലേക്കൊരു ഉണരലാണ് പ്രാർത്ഥിപ്പാൻ ഉയർന്ന മലയിലേക്ക് പോകുമ്പോൾ സംഭവിക്കേണ്ടത്. രണ്ടാമത്, മോശയും ഏലിയാവും അവിടെ നിൽക്കുന്നതിൻ്റെ കാരണം യേശുവിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ പലതാണ്. ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും യേശു തമ്പുരാനെ കുറിച്ച് പറയുന്നുണ്ട്. കൃത്യമായി എണ്ണി പറഞ്ഞാൽ 6 എണ്ണം എന്നാണ് പറയാറ്. ഭോജനപ്രിയനാണ്, അതുപോലെ വീഞ്ഞുകുടിയനാണ്, പാപികളോടുകൂടി സഞ്ചരിക്കുന്നവനാണ്, സ്ത്രീകൾ കൂട്ടുകാരായിട്ടുള്ളവനാണ്, ഭ്രാന്തനാണ്. ഇങ്ങനെ കുറേയധികം ആരോപണങ്ങൾ മറിയത്തിന്റെ മകനെക്കുറിച്ച് ആ കാലത്ത് സംസാരിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊന്നുമായിരുന്നില്ല. അവൻ ദൈവദൂഷണം പറയുന്നു. അതുപോലെ തന്നെ അവൻ നിയമം ലംഘിക്കുന്നുണ്ട്, ന്യായപ്രമാണം ലംഘിക്കുന്നുണ്ട്. അവൻ എന്തുകൊണ്ടാണ് ദൈവദൂഷണം പറയുന്നത് എന്നുള്ളതിന്റെ കാരണം അവൻ പിതാവാം ദൈവത്തോട് തന്നെ സമനാക്കുന്നത് കൊണ്ടാണ് എന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഞാൻ നല്ല ഇടയനാകുന്നു എന്നൊക്കെ യേശു തമ്പുരാൻ സുദീർഘമായ ഒരു പ്രഭാഷണം നടത്തി ഇങ്ങ് വരുമ്പോൾ 10-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, ഈ വചന നിമിത്തം യഹൂദന്മാരുടെ ഇടയിൽ പിന്നെയും ഭിന്നതയുണ്ടായി. അവരിൽ പലരും അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവന്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു. വീണ്ടും അവൻ അവരോട് സംസാരിക്കുകയാണ്. അപ്പൊ യഹൂദന്മാർ അവരോട് പറയുന്നു, അവർ കല്ലെറിയാൻ തുടങ്ങുകയാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലെറിയുന്നത് എന്ന് യേശു ചോദിക്കുമ്പോൾ മറുപടിയായിട്ട് അവർ പറയും, നല്ല പ്രവൃത്തി നിമിത്തമല്ല, ദൈവദൂഷണ നിമിത്തവും നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടും അത്രേ ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 19-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിൽ നാം കാണുന്ന ഒരു സന്ദർഭം പീലാത്തോസിന്റെ അരമനയിലാണ്. പീലാത്തോസ്
അവിടെ കൂടിയിരുന്ന ആളുകളോട് പറയുന്നുണ്ട്, ഈ മനുഷ്യനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. അപ്പൊ മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക എന്ന് ആർത്ത് വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു. യഹൂദന്മാർ അവനോട്, ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട്, അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയത് കൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ഈ രണ്ട് ഭാഗങ്ങൾ ഞാൻ വായിക്കാൻ കാരണം, മോശയും ഏലിയാവും അവിടെ നിൽക്കുന്നതിന്റെ കാരണം ഈ രണ്ട് ഭാഗങ്ങളിലുണ്ട്. ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട് എന്ന് പറഞ്ഞാണ് അവനെ മരിക്കാൻ വിധിക്കാൻ അവർ തയ്യാറാവുന്നത്. ആ ന്യായപ്രമാണം അവർക്ക് നൽകിയ മോശയാണ് ഈ ഗിരിയുടെ മുകളിൽ നിൽക്കുന്നത്. ന്യായപ്രമാണ ദാതാവായ മോശ, ദ ലോ ഗീവർ. തൊട്ടടുത്ത് നിൽക്കുന്നത് ഏലിയാവാണ്. ഇവൻ പിതാവാൻ ദൈവത്തോട് തന്നെ സമനാക്കിയത് കൊണ്ട് ഇവനെ കല്ലെറിയാൻ ഞങ്ങൾ തയ്യാറാവുന്നുവെന്നാണ് മറ്റൊരു ഭാഗത്ത് നാം വായിച്ചത്. യാഹ്വേ ഈസ് മൈ ഗോഡ്, എലൈജ എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. ഏലിയ പ്രവാചകന്റെ തിരുവെഴുത്തിലെ എൻട്രി തന്നെ എത്രമാത്രം ശക്തിമത്താണ്. അപ്പോൾ തിശ്ബീനായ ഏലിയാവ് കടന്നു വന്നു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമായ യഹോവയാണ്, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഈ ദേശത്ത് മഞ്ഞും മഴയും ഉണ്ടാവുകയില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവമായ യഹോവയാണ്. ഇങ്ങനെ യഹോവയാം ദൈവത്തെക്കുറിച്ച് തീഷ്ണവാനായിരുന്ന ഏലിയാവ് പിതാവിനോട് തന്നെ സമനാക്കിയ യേശുവിന്റെ സമീപം വിധേയനായി നിൽക്കുമോ? ഇതാണ് സ്വർണനാവുകാരനെ മറിവാനിയസ് ചോദിക്കുന്നത്. ഇങ്ങനെ നിയമദാതാവായ മോശയും ദൈവത്തെക്കുറിച്ച് തീഷ്ണമായ എരിവുണ്ടായിരുന്ന ഏലിയാവും യേശുതമ്പുരാന്റെ സന്നിധാനത്തിങ്കൽ നിൽക്കുന്ന കാഴ്ച, അത് ആ കാലഘട്ടത്തിൽ ജനങ്ങൾ യേശുവിന്റെ മകൾ ചുമത്തിയിരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്കുള്ള മറുപടിയായ ദർശനമാണ്. നിയമലംഘകൻ, പിതാവിനോട് തന്നെ സമനാക്കുന്നവൻ എന്നുള്ള ആരോപണങ്ങൾക്കെതിരായിട്ടാണ് ഈ ദർശനം തന്റെ ശിഷ്യന്മാരെ യേശുതമ്പുരാൻ കാട്ടിക്കൊടുക്കുന്നത് എന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കും. മൂന്നാമത്തേത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു പാഠമാണ്. മിക്കവാറുമൊക്കെ നമ്മുടെ അച്ഛന്മാരൊക്കെ വാങ്ങിപ്പോയവരുടെ ഞായറാഴ്ച പ്രസംഗിക്കുമ്പോൾ ഈ ഭാഗം ഉദ്ധരിക്കാറുണ്ട്. അത് സെയിന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ എഴുത്തുകളിൽ നാം വായിക്കുന്ന ഭാഗമാണ്. ജീവനുള്ളവരുടെ പ്രതിനിധിയായി ഏലിയാവും മരിച്ചുപോയവരുടെ പ്രതിനിധിയായി മോശെ. ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഒരു വ്യാഖ്യാനം നമ്മുടെ പതിവ് ഞായറാഴ്ച പ്രഭാഷണങ്ങളിൽ കടന്നു വരുന്നത്. ഇതിന് കൃത്യമായ ആധികാരികമായ ഒരു പിൻബലം സെന്റ് ജോൺ ക്രിസോസ്റ്റത്തിന്റെ എഴുത്തുകളിലുണ്ട്. അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വൺ മൈറ്റ് മെൻഷൻ അനദർ റീസൺ along with those we have given. What is that? That they might learn that he has authority over death and life. യേശുവിന് മരണത്തിന്മേലും ജീവന്മേലും അധികാരമുണ്ട് എന്നൊരുവൻ പഠിക്കുന്നതിന് വേണ്ടിയാണ്. And rules both what is above and what is below. മുകളിൽ ആകാശം, താഴെ പാതാളം, എല്ലാത്തിനും മുകളിൽ മേലുയരങ്ങളിലും താഴെ അഗാധങ്ങളിലും തനിക്ക് അധികാരമുണ്ട് എന്നുള്ള പാഠമാണ് മൂന്നാമതായി ഇവിടെ സമ്മാനിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നാലാമത്തെ പാഠം അവിടുത്തെ സംഭാഷണമാണ്. ഇത് മൂന്നും അവിടെ കണ്ടതാണ്, ഇനി നാലാമത് അവിടെ കേട്ടതാണ്. അവിടെ കേട്ടത് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. യെരൂശലേമിൽ ഉണ്ടാകുവാനുള്ള നിര്യാണത്തെക്കുറിച്ചാണ് അവിടെ സംസാരിക്കപ്പെടുന്നത്. യെരൂശലേമിൽ ഉണ്ടാകുവാനുള്ള നിര്യാണത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ആ സംഭാഷണത്തിന് ശേഷം ശിമോൻ പത്രോസ് പറയുന്നുണ്ട്, നാം ഇവിടെ ഇരിക്കുന്നത് നന്ന് എന്നൊക്കെ. ശിമോൻ, ഇതിനു മുമ്പ്
യേശു തമ്പുരാൻ താൻ യെരൂശലേമിൽ കഷ്ടമനുഭവിക്കുമെന്നും കൊല്ലപ്പെടുമെന്നും ഒക്കെ പറയുമ്പോൾ ശിമോൻ പത്രോസ് അവനെ വിളിച്ച് മാറ്റി നിർത്തി, നീ അങ്ങനെ പറയരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യേശു അവനെ വിളിക്കുന്നത് സാത്താനെ എന്നാണ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാകുന്നുവെന്ന് പറഞ്ഞ് നാവെടുത്ത് വായിലിട്ട് അധിക സമയമായില്ല, തൊട്ടു പിന്നാലെ അവന് കിട്ടുന്ന ചെല്ലപ്പേരാണ് സാത്താന്. കാരണം തനിക്കുണ്ടാവാനുള്ള കഷ്ടാനുഭവം അല്ലെങ്കിൽ നിത്യമഹത്വത്തിലേക്കുള്ള ആ ഒരു പ്രവേശന കാലത്തെക്കുറിച്ച്, അതിൻ്റെ സഹന പർവ്വങ്ങളെക്കുറിച്ച് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ, നിനക്കങ്ങനെ സംഭവിക്കരുത്, നീ എപ്പോഴും ഇങ്ങനെ മഹത്വത്തിലിരിക്കേണ്ട ആളാണെന്നുള്ള അർത്ഥത്തിൽ ശീമോൻ പത്രോസ് അവനെ സമീപിക്കുന്ന സമയത്താണ് യേശു പറയുന്നത്, സാത്താനെ, എന്നെ വിട്ടുപോവുക, നീ ചിന്തിക്കുന്നത് ദൈവീകമല്ല, മാനുഷികമാണ്. ചിന്ത താഴേക്ക് വലിക്കപ്പെടുകയാണ്. മുകളിൽ നിൽക്കേണ്ട ചിന്ത, ബോധമണ്ഡലം മുകളിൽ നിൽക്കേണ്ട ശിഷ്യൻ താഴേക്ക് വലിക്കപ്പെടുമ്പോഴാണ് സാത്താൻ എന്ന വിളി അവന് കേൾക്കുന്നത്. അതാണ് പാപമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു വെക്കുകയും ചെയ്തു. ബോധം എപ്പോഴൊക്കെയാണോ താഴേക്ക് ചിതറിക്കപ്പെടുന്നത്, അതാണ് പാപം യഥാർത്ഥത്തിൽ എന്ന് നമ്മൾ ആദ്യമേ പറയുകയും ചെയ്തു. ഇവിടെ യെരൂശലേമിൽ ഉണ്ടാവുന്ന നിര്യാണത്തെക്കുറിച്ച് മഹാനായ മോശയുടെയും ഏലിയാവിൻ്റെയും സാന്നിധ്യത്തിൽ യേശു തമ്പുരാൻ സംസാരിക്കുമ്പോൾ അത് ശിഷ്യന്മാർക്കുള്ള ഒരു ഇൻസ്പിരേഷനാണ്. അതുപോലെ തന്നെ ടു റേസ് ദർ തോട്ട്സ് ഹയർ, അവരുടെ ചിന്തകളെ അവരിപ്പോൾ ചിന്തിക്കുന്നതിൽ നിന്ന് കുറെ കൂടി ഉയർന്ന തലത്തിലേക്ക് ഉണർത്താനുള്ള ഒരു ദർശനവും കൂടിയായിട്ടാണ് യേശുവോട് സമ്മാനിക്കുന്നത് എന്ന് ഈ പിതാക്കന്മാർ പറയുന്നുണ്ട്. ഇവിടെ ലീഡർഷിപ്പിന് തന്നെ ഒരു പുതിയ മാനം സമ്മാനിക്കുകയാണ്. തന്നെ ത്യജിക്കുന്ന ഒരു ലീഡർഷിപ്പിനെ കുറിച്ച്, എല്ലാ മഹത്വങ്ങളും ആർജിക്കുന്ന ഒരു ലീഡർഷിപ്പിനെ കുറിച്ചല്ല, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഒരു നേതൃത്വ ശൈലിയെക്കുറിച്ച്. അതാണിവിടെ യേശു തമ്പുരാൻ പരിപൂർണമായി തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് ഈ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ സംസാരിച്ചു കൊണ്ട് പഠിപ്പിക്കുന്നത്. നിത്യമഹത്വത്തിന്റെ ഒരു മുൻസൂചനയായിട്ടാണ് മറുരൂപമലയിലെ സംഭവം വ്യാഖ്യാനിക്കപ്പെടുന്നത് നമുക്കറിയാം. അവിടെ ഒരിക്കലും കഷ്ടാനുഭവത്തെക്കുറിച്ച് പരാമർശിക്കേണ്ട സംഗതിയേയില്ല. എന്നാൽ അവിടെ സംസാര വിഷയം യെരൂശലേമിലുണ്ടാവുന്ന നിര്യാണത്തെക്കുറിച്ചാണ്. അപ്പൊ ശിഷ്യന്മാർക്കുള്ള ഒരു ഇൻസ്പിരേഷൻ, എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള നാളുകളിൽ നിങ്ങൾ ഈ നിത്യമഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്, എൻ്റെ പാനപാത്രം തന്നെ കുടിച്ചുകൊണ്ടാണ് നിങ്ങളും ഈ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത് എന്നുള്ള കൃത്യമായ പാഠം അവർക്ക് നൽകുകയാണ്. ഇനി അവസാനമായി 5ാമത്തെ പാഠം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ആത്യന്തികമായ അവേക്കനിങ്, ദ അൾട്ടിമേറ്റ് അവേക്കനിങ് എന്തായിരിക്കണം, ആ ഉണർവ് എന്തായിരിക്കണം. മോശയും ഏലിയാവും പഴയ നിയമത്തിലെ നേതാക്കന്മാരാണ്. ഈ നേതാക്കന്മാർക്ക് ചില പ്രത്യേകതകളുണ്ട്. ഞാനിത് വൈദിക യുഗത്തിൽ ഒരിക്കൽ ഈ ഗുണവിശേഷങ്ങൾ ഇങ്ങനെ പറയാൻ ശ്രമിച്ചതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചും ആത്മീയ സംഘടനാ പ്രവർത്തകരും എല്ലാം നമ്മൾ ആത്മീയ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് ധരിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ആധ്യാത്മികതയുടെ നില എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതിങ്ങനെ പറഞ്ഞു വരുന്നത് മോശയും ഏലിയാവും വളരെ ക്ലാസിക്കലായിട്ടുള്ള 2 ഇമേജുകളാണ്. പഠിക്കാൻ ഒരുപാട് അവരിൽ നിന്നുണ്ട്. ഒരു 4 പാഠം പെട്ടെന്ന് ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ, 1, രണ്ടുപേരും അധാർമികക്കെതിരെ നിർഭയം സംസാരിച്ചവരാണ്. അധാർമികതയ്ക്കെതിരെ സംസാരിച്ചവരാണ്. ഈച്ച് ഹാഡ് സ്പോക്കൺ ബോൾഡ്ലി ടു ടിറൻസ്. ഒരാൾ ഫറവോനെതിരെ, മറ്റേയാൾ ആഹാബ് എന്ന് പറയുന്ന ആ വിഡ്ഢിയായ രാജാവിനെതിരെ. രണ്ടുപേരും നിർഭയം സംസാരിച്ചവരാണ്. അരമനയിലും അങ്ങാടിയിലും ഒരുപോലെ സത്യം സംസാരിക്കാൻ ധൈര്യം കാട്ടിയവരാണ്. അരമനയിൽ വരുമ്പോ ഓ, അങ്ങാടി വരുമ്പോ ആഹാ, ഇതല്ല. രണ്ടിടത്തും ഒരുപോലെ സംസാരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്ന ആൾക്കാരാണ്.
രണ്ടാമത് അവരുടെ പ്രത്യേകത, അവർ ഈ രണ്ടാമത്തേൽ കടക്കുന്നതിന് മുമ്പ് അവർ ഈ സത്യം സംസാരിച്ചത് ഈ മഹാരാജാക്കന്മാരോട് നിർഭയം സംസാരിച്ചതൊക്കെ ആർക്ക് വേണ്ടിയാണ്? നന്ദികെട്ട ജനത്തിന് വേണ്ടിയാണ്. മോശ സംസാരിച്ചത്, ഏലിയ സംസാരിച്ചതും ഒക്കെ ഞാൻ പറഞ്ഞ വാക്കല്ല ഇത്. സ്വർണനാവുകാരനായ മാർ ഇവാനിയോസ് തന്നെ പറയുകയാണ്, ഫോർ ഹൂം ഓൺ ബിഹാഫ് ഓഫ് അൺഗ്രേറ്റ്ഫുൾ ആൻഡ് ഡിസൊബീഡിയന്റ് പീപ്പിൾ. അനുസരണം കെട്ട നന്ദിയില്ലാത്ത ജനത്തിന് വേണ്ടിയാണ് അവർ ഈ തിന്മയോട് പ്രതികരിച്ചു കൊണ്ടിരുന്നത്. രണ്ടാമത് അവരുടെ പ്രത്യേകത, അവർ രണ്ടുപേരും വിഗ്രഹാരാധനയിൽ നിന്ന് മോചിപ്പിക്കുന്നവരാണ്. രണ്ടുപേരും സത്യദൈവ ആരാധനയിലേക്ക്, ഫറവോയോട് ആദ്യം പറയുന്നത് തന്നെ സത്യദൈവത്തെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കണമെന്നാണ്. സത്യദൈവ ആരാധനയിലേക്ക് ജനത്തെ നയിച്ച ആളുകളാണ്. എന്താണ് ഈ വിഗ്രഹം? ദൈവത്തെ മറന്ന് നമ്മൾ എന്തിൽ ആശ്രയം വെക്കുന്നു അത് വിഗ്രഹമാണ്. അതിപ്പോ പണമാവാം, അതിനിപ്പോ പ്രതിമയൊന്നും വേണമെന്നില്ല. നമ്മുടെ സ്ഥാനമാനങ്ങളാവാം, പണമാവാം, ബന്ധുബലമാവാം, നമ്മുടെ ബുദ്ധിയാവാം, നമുക്കുണ്ടെന്ന് വിചാരിക്കുന്ന കഴിവാവാം, എന്തു ആയിക്കോട്ടെ. ദൈവാശ്രയമില്ലാതെ മറ്റെന്തിൽ ആശ്രയം വെക്കുന്നു അത് വിഗ്രഹാരാധനയാണ്. ആ നിലയിലാണ് പിതാക്കന്മാർ അവരുടെ എഴുത്തുകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമത്, പരിമിതികളുള്ളവരെങ്കിലും വലിയ മഹത്വ കാര്യങ്ങൾ ചെയ്തവരാണ്. രണ്ടുപേരും ഒരുപാട് പരിമിതിയുള്ള ആളാണ്. മോശ എന്ന് പറയുന്നത് വിക്കനാണ്, നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. അതിനെക്കാട്ടി പ്രധാനപ്പെട്ട കാര്യം, ആളൊരു കൊലപാതകയാണ്. അയാളിൽ കൂടിയാണ് ദൈവം മഹത്വ കാര്യങ്ങൾ സംഭവിപ്പിക്കുന്നത്. ഏലിയാവോ ഡിപ്രഷനിൽ വീണുപോയ ആളാണ്. കർമ്മേൽ മലയിലെ മഹാസംഭവം കഴിയുമ്പോൾ ശരിക്കും അയാൾ ഒരു വിജയശ്രീലാളിതനായി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കൈയൊക്കെ മുത്തിച്ച് നടക്കേണ്ടതാണ്. പക്ഷെ അയാൾ ഡിപ്രഷനിലേക്ക് പോയത്. കാരണം ഇത്രയും വലിയ മഹത്തായ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്കത് താങ്ങാൻ പറ്റിയില്ല. എന്നിൽ കൂടി ഇത് സംഭവിച്ചല്ലോ എന്നുള്ളതാണ് പ്രശ്നം. ഇത്രയും ബലഹീനനായ തന്നിൽ കൂടി ഇത് സംഭവിക്കുകയാണ്. എൻ്റെ ദൈവമേ മതി എനിക്ക് മതിയായി എന്ന് പറഞ്ഞിട്ട് ഒരു ചെടിയുടെ തണലിൽ പോയി അയാളിങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു അപ്പം അയാൾക്ക് ദൈവദൂതൻ കൊണ്ട് കൊടുക്കുന്നത്. പിന്നെയുള്ള ചരിത്രം നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ വിഷാദത്തിൽ വീണു പോകുന്ന മനുഷ്യൻ, കോപത്തിൽ വീണു പോകുന്ന മനുഷ്യൻ, ശാരീരിക പരിമിതികളുള്ള മനുഷ്യൻ, ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് ദൈവം തെരഞ്ഞെടുത്തത്. അല്ലാതെ വലിയ ബലവാന്മാരെയല്ല. ബലവാന്മാരേറെ ഉണ്ടെങ്കിലും കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, കുരിശിലെ ഭോഷത്വം ഈ ലോകത്തിന്റെ ജ്ഞാനത്തെക്കാൾ വലുത് എന്ന് നാം വായിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്? അവൻ അഥേന വിട്ട് കൊരിന്ത്യയിലേക്കാണ് പോയത്. അഥേനയിൽ അവൻ ഒരു പ്രഭാഷണം നടത്തി. ഒരു മനുഷ്യനും ഒന്നും മനസ്സിലായില്ല. ആഥൻസിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ കാര്യഗൗരവമായ ഒരു പ്രസംഗം നടത്തി. പക്ഷേ ആ പ്രസംഗത്തിന്റെ അവസാനം അപ്പോസ്തല പ്രവർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ദീവന്നാസിയോസ് എന്നൊരുവൻ, ഡെമരിയോസ് എന്നൊരു സ്ത്രീ, വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രമാണ് മാനസാന്തരപ്പെട്ടത്. കാരണം ആ പ്രസംഗത്തിൽ ക്രിസ്തു എന്നൊരു വാക്കില്ലായിരുന്നു. അവൻ അഥേന വിട്ട് കൊരിന്തിലേക്ക് പോകുന്ന ആ സന്ദർഭം മുഴുവൻ ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ ആ പ്രഭാഷണത്തെക്കുറിച്ച് മനോഹരമായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പൗലോസ് അപ്പോസ്തലൻ അഥേന വിട്ട് കൊരിന്തിലേക്ക് പോകുന്ന സന്ദർഭം മുഴുവൻ അവന്റെ മനസ്സിനെ മതിച്ചിരുന്നത് തന്റെ പ്രസംഗം എന്തുകൊണ്ട് പരാജയപ്പെട്ടു. അതിന്റെ ഉത്തരമാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം. ഈ ലോകത്തിലെ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ അവൻ കുരിശിന്റെ ഭോഷത്വം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് വളരെ വ്യക്തമായ ആദ്യ അധ്യായങ്ങളിൽ അതിന്റെ ഉത്തരം, തന്റെ ആത്മസംഘർഷത്തിന്റെ ഉത്തരം അയാൾ കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതി കൊടുക്കുന്നുണ്ട്. ഇവിടെ പരിമിതികളുള്ള മനുഷ്യൻ, അവരിലൂടെയാണ്, വളരെ വീക്കായ മനുഷ്യരിലൂടെയാണ്. ശീമോൻ പത്രോസ് എത്രയോ ചപലനായ മനുഷ്യനാണ്. ഓരോ സമയത്തും ഇങ്ങനെ പാളിപ്പാളി പോകുന്ന മനുഷ്യരാണ്. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ നിൽക്കുന്നത്. പക്ഷേ തൊട്ടടുത്ത നിമിഷം അയാൾ
പാളിപ്പോവും. അയാളുടെ ഏറ്റവും സുന്ദരമായ ഒരു പാളല് നമ്മളെല്ലാ പ്രസംഗത്തിലും ഓർത്തിരിക്കുന്നത് നല്ലതാണ്. 11 മണിയായി. ഈ അച്ഛൻ എന്നോട് പറഞ്ഞത് 11:15 വരെ എന്നാണ്. അതുകൊണ്ട് 11:15 വരെ സംസാരിക്കാമല്ലോ. കയ്യാപ്പാവിന്റെ അരമനയിൽ യേശുവിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ശീമോൻ പത്രോസ് അല്പം അകലെയായി അവനെ അനുഗമിക്കുന്നുണ്ട്. കൂടെ ഇരിക്കാൻ വിളിച്ച ശിഷ്യനാണ് ഇപ്പോൾ അല്പം അകലെയായി അനുഗമിക്കുക. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടയാൾ ഇങ്ങനെ പുറകെ പോകുമ്പോഴാണ് ഒരു പെങ്കൊച്ച് അവിടെ നിന്ന് ചോദിക്കുന്നത്, ഇവനും ആ നസറായന്റെ കൂടെയല്ലേ? അപ്പോ ശീമോൻ എന്താ പറയാ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മളൊരു 10:10 സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ 11:03. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പലരും തന്നോട് തന്നെ ചിലപ്പം ചില സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും, മെത്രാച്ചൻ പറയുന്നത് അങ്ങോട്ട് മനസ്സിലാവും. ചുമ്മാ കള്ളത്തരാ. ഞാൻ നല്ല മലയാളത്തിലാണ് സംസാരിക്കുന്നത്. വേദപുസ്തകത്തിലെ കാര്യമാണ് പറയുന്നത്. മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? ശീമോൻ പത്രോസിനോട് ആ ഗലീലാക്കാരി പെണ്ണ് നാട്ടുനടപ്പുള്ള ഭാഷയിലാണ് ചോദിച്ചത്, ഇവനും ആ നസറായന്റെ കൂടെയല്ലേ? അയാൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ? മനസ്സിലായി. പക്ഷെ മനസ്സിലായി എന്ന് വന്നാൽ എന്താ കുഴപ്പം? അകത്താവും. യേശുവിന്റെ കൂടെ മരിക്കേണ്ടി വരും. അതിലും എളുപ്പം പ്രസംഗം അങ്ങോട്ടും മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. മനസ്സിലാക്കിയാൽ അപകടമുണ്ട്. ബോധമുണരണം. ഈ 6 ദിവസങ്ങളിലെ പ്രാപഞ്ചികമായ സൃഷ്ടിജാലങ്ങളിൽ നിന്ന് ബോധമുണർന്ന് നിത്യജീവനിൽ അത് അഭിരമിക്കണം. ആ പ്രത്യാശയോടുകൂടി വേണം ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ അപകടമുണ്ട്. ഇപ്പൊ കൈവച്ചിരിക്കുന്ന പലതും വിട്ടുകളയേണ്ടി വരും. അതിലും എളുപ്പം അച്ഛൻ പറഞ്ഞതും മനസ്സിലായില്ല, മെത്രാച്ചൻ പറഞ്ഞതും മനസ്സിലായില്ല. അപ്പോ പരിമിതികളുള്ള ഈ മനുഷ്യർ, അവരിൽ കൂടിയാണ് ദൈവം അതിശയ കാര്യങ്ങളെ പ്രവർത്തിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കണം. ധീരരായ മനുഷ്യർ, ദൈവാശ്രയമുള്ള മനുഷ്യർ, സ്വയം വിട്ടു നൽകിയ മനുഷ്യർ. 4ാമത്, ഇവർ രണ്ടുപേരും സ്വന്തമായി ഒന്നും കരുതിയവരല്ല. സ്പിരിറ്റ് ഓഫ് നോൺ പൊസസീവ്നെസ് എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ച മനുഷ്യരാണ്. കാലെ പെരവെച്ച് നടന്ന മനുഷ്യനാണ് ഏലിയാവ്. ഇടയ്ക്ക് കാക്കയ്ക്കാണ് അയാൾക്ക് അപ്പം കൊടുക്കുന്നത്. ഒരു നല്ല കുക്ക് പോലുമില്ല, കാക്കയാണ് അപ്പം കൊടുക്കുന്നത്. അങ്ങനെ ജീവിച്ചു പോയൊരു മനുഷ്യനാണ് ഏലിയാവ്. മോശയോ 40 വർഷം ഇങ്ങനെ ആ മരുഭൂമിയിൽ കൂടി ഈ ജനത്തെയും കൊണ്ട് പിറുപിറുപ്പ് സഹിച്ചു നടന്ന ഒരു മനുഷ്യനാണ്. അയാൾക്ക് വേണേ സെറ്റിൽ ആവായിരുന്നു. ഇവരൊന്നും ഒരിടത്തും സെറ്റിലായ മനുഷ്യരല്ല, ദൈവത്തിൽ മാത്രം സെറ്റിലായ മനുഷ്യരാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ അവർക്ക് ഒരിടത്തും നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് സെറ്റിലാവാൻ പറ്റിയിട്ടില്ല. ഒരു വീടൊക്കെ വെച്ച് ഒരു നല്ല കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ട് സ്വസ്ഥമായി ഒരു നോർമൽ, അതിന് ദൈവം അവരെ അനുവദിക്കുന്നില്ല. അതാണ് ദൈവാനുഗ്രഹം എന്ന് പോലും തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് പോലും ദൈവം അവരെ അനുവദിച്ചിട്ടില്ല. അപ്പോ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ശിഷ്യന്മാരോട് മോശയെയും ഏലിയാവിനെയും ചൂണ്ടിക്കാട്ടി ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി എന്നവരെ പഠിപ്പിക്കുകയാണ് ഈ ദർശനത്തിൽ 5ാമത് നൽകുന്ന പാഠം. ഇനിയാണ് ഇതിന്റെ ക്ലൈമാക്സ്. നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വളരെ ശ്രദ്ധാപൂർവം നിൽക്കണം. നമ്മുടെ ബോധത്തിന്റെ ഉണർവിന്റെ പാരമ്യം ഇവിടെയാണ്, പ്രത്യേകിച്ചും ക്രിസ്തുവിനെ പിൻഗമിക്കുന്നവരുടെ. ഇത് പറയുന്നതിന് തൊട്ടു മുമ്പ് ഒരു വരി സെന്റ് ജോൺ ക്രിസോസ്റ്റം എഴുതിയിരിക്കുന്നത്, ജീസസ് വാണ്ടഡ് ഹിസ് ഡിസൈപ്പിൾസ് ടു ഇനീഷ്യേറ്റ് their ability to lead, their energy, their determination to become gentle like Moses and impassioned like Elijah. മോശയെ പോലെ സൗമ്യനായി, ഏലിയാവിനെ പോലെ മുക്തമാനസനായി. കോപിഷ്ഠനായ മോശയാണ്
ഈ ഭൂമിയിൽ സകല മനുഷ്യരിലും സൗമ്യനായി കാണപ്പെടുന്നത് എന്ന് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അയാൾക്കുണ്ടായ ഒരു ഭാവാന്തരം, ശിഷ്യത്വത്തിൽ സംഭവിക്കേണ്ടത് എല്ലാത്തിനെയും സമ്യക്കായി കാണുന്നു. ശത്രു വന്നാലും മിത്രം വന്നാലും ഹർഷം വന്നാലും വിഷാദം വന്നാലും എല്ലാത്തിനെയും സമ്യക്കായി കാണാനാവുന്ന ഒരാഴത്തിലേക്ക് മനുഷ്യൻ പരിണമിക്കണം. അതാണ് അയാളുടെ അഭിവൃദ്ധി. ആ അഭിവൃദ്ധിയാണ് ഒരാളെ വൃദ്ധനാക്കുന്നത്. നമുക്ക് വൃദ്ധിയും ക്ഷയവുമുണ്ട്. നമ്മൾ വളരും തോറും നമ്മുടെ ശരീരം ക്ഷയിക്കും, ശരീരത്തിന്റെ ബലം ക്ഷയിക്കും. പക്ഷെ ആത്മാവ് വൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമാണ് വൃദ്ധനാവുന്നത്. ഇല്ലെങ്കിൽ വൃദ്ധന്മാരിൽ ബാലന്മാരും ബാലന്മാരിൽ വൃദ്ധന്മാരും എന്നുള്ള ചൊല്ല് നമ്മൾ ഒന്നും കൂടി ധ്യാനിക്കേണ്ടി വരും. ക്ലൈമാക്സിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ പ്രഭാഷണത്തിന്റെ ക്ലൈമാക്സ്, കൺക്ലൂഷനും അത് തന്നെയാണ്. ബൈ ദ വിഷൻ he reminds them all of these things, for he brought them forth in glory. മഹത്വത്തിലേക്ക് അവരെ കൊണ്ടുപോയി. Not only that they means disciples, they might come up their measure. There means Moses and Elijah. ഈ ശിഷ്യന്മാരെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ചത് മോശയുടെയും ഏലിയാവിൻ്റെയും മാനദണ്ഡങ്ങളിൽ, നായകത്വത്തിന്റെ അളവുകോളുകളിൽ റെസ്റ്റ് ചെയ്യാനല്ല. നോട്ട് ഓൺലി ദാറ്റ് ദേ മൈറ്റ് കം അപ്പ് ദെയർ മെഷർ ആൻഡ് റെസ്റ്റ്. അതുപോലെയായി, മോശയെ പോലെയായി തിന്മയ്ക്കെതിരെ സംസാരിച്ച് ഒന്നും പൊസസ് ചെയ്യാതെ തൻ്റെ പരിമിതികളിൽ ദൈവം നടത്തിയ മഹത്വകാര്യങ്ങളെക്കുറിച്ച് വിനയപ്പെട്ട് അവിടെ നിൽക്കാനല്ല, ബട്ട് that they might surpass it. ഇതിനെ അതിലംഘിക്കണം. മോശയുടെയും ഏലിയാവിൻ്റെയും നായകത്വത്തെ ഉല്ലംഘിക്കുന്ന യേശുവിൻ്റെ നായകത്വത്തിലേക്കാണ് ഈ ബോധത്തിന്റെ ഉപനയനം ഇവിടെ സംഭവിക്കുന്നത്. അതെന്താണെന്ന് പിന്നീടുള്ള ഒരു സംഭവത്തിൽ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടും. അവർ ഇങ്ങനെ യെരൂശലേം വിട്ട് പോകുമ്പോൾ ശമരിയാക്കാരുടെ പട്ടണത്തിന് സമീപത്തൂടെ പോകുന്നു. അപ്പോൾ ശമരിയാക്കാർ യേശു തമ്പുരാനെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. അപ്പോൾ യാക്കോബും യോഹന്നാനും പറയുന്നുണ്ട്, ഏലിയാവ് ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കിയതുപോലെ നമുക്ക് തീ ഇറക്കി ഇവയെ നശിപ്പിച്ചാലോ. അപ്പൊ യേശു എന്താ പറയുക? നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ? യു ഡു നോട്ട് നോ what spirit you belongs to. He was training them in endurance by the difference in the grace that was given. ഏലിയാവ് ചെയ്തതുപോലെയല്ല, ഏലിയാവ് ചെയ്തതിനപ്പുറം ഒരു ക്ഷമ. നിങ്ങളുടെ നീതി പരീശന്മാരുടെയും സാധുക്യന്മാരുടെയും നീതിയെ അതിലംഘിക്കുന്നില്ല എങ്കിൽ, യേശു തന്റെ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ പഴയ നിയമകാല നേതൃത്വത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം? അതെല്ലാം പഠിക്കണം. എന്നാൽ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ബോധത്തിന്, എന്നെ അനുഗമിക്കുന്നവന്റെ ബോധത്തിന് ഇനിയും വളരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലാണ് ഈ മറുരൂപമലയിലെ സംഭവത്തിലൂടെ യേശു തമ്പുരാൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത്. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. 6 ദിവസങ്ങൾക്ക് ശേഷമുള്ള ഈ മലയിലേക്കുള്ള കടന്നുവരവ് പ്രാപഞ്ചികമായ ബോധമണ്ഡലത്തിൽ നിന്ന്, ബോധവ്യവഹാരത്തിൽ നിന്ന് കുറെ കൂടി ഉയർന്ന ബോധമണ്ഡലത്തിലേക്കുള്ള ഒരു ഉപനയനമായി പരിണമിക്കണം. അതിനുള്ള പാഠങ്ങളാണ് സഭാപിതാക്കന്മാരുടെ എഴുത്തുകളെ പുരസ്കരിച്ച് ഈ സമയം അത്രയും നമ്മൾ സംവദിച്ചത്. നമുക്കെല്ലാം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു അപകടം ഈ ശിഷ്യന്മാർക്കുണ്ടായിട്ടുണ്ട്. ഈ ഉന്നതമായ തലത്തിൽ നിന്ന് അവർ താഴേക്ക് ഇറങ്ങുമ്പോൾ, ഈ പുസ്തകങ്ങൾ ഇനിയും ആ ഭാഗത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഒരുപാടുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, അവിടെ വെക്കുന്ന കുടിലിനെ കുറിച്ച് ഒക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മുടെ സമയപരിമിതി മുതൽ ഞാനിവിടെ നിർത്തുകയാണ്.
ഇവർ ഈ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അശുദ്ധാത്മാവ് പിടിച്ച ഒരു ബാലന് സൗഖ്യം ലഭിക്കാതെ വരുന്നുണ്ട്. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകളുടെ പരാതി, നിന്റെ ശിഷ്യന്മാർക്ക് ഇവനെ സുഖപ്പെടുത്താൻ പറ്റുന്നില്ല. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ ഞാൻ എത്രത്തോളം നിങ്ങളോടുകൂടി ഇരുന്ന് നിങ്ങളെ സഹിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത പാരഗ്രാഫിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു, വലിയവനാരാണ്. അതാണ് പ്രശ്നം. ഈ ഉയർന്ന ബോധമണ്ഡലത്തിൽ ഒരാൾക്ക് വ്യാപരിക്കാനാവാതെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം, അയാൾ ഈ ആരാണ് വലിയവനെന്നുള്ള ആ നിസാരതയിലേക്ക്, നമ്മൾ ആദ്യമേ പറഞ്ഞ ആ ചെറിയ ലോകങ്ങൾ സൃഷ്ടിച്ച് ആ ഇട്ടാവട്ടത്തിലെ പുണ്യപുരുഷോത്തമനായി സ്വയം അവരോധിച്ച് ഞാനല്ലാതെ വേറെ ആരും തന്നെ ശ്രേഷ്ഠനായിട്ടില്ല എന്നുള്ള നിലയിലേക്ക് ഒരാൾ അയാളുടെ ചിന്തയെ രൂപപ്പെടുത്തി കഴിയുമ്പോൾ പിന്നെ അയാൾക്ക് എന്ത് സാക്ഷ്യമാണ് നൽകാൻ പറ്റുക? അയാൾക്ക് എന്ത് ഉപദേശമാണ് നൽകാൻ പറ്റുക? അയാൾക്ക് എന്ത് സന്ദേശമാണ് ജീവിതത്തിന് നൽകാൻ പറ്റുക? അതുകൊണ്ട് പ്രാർത്ഥനാ യോഗം കഴിയുമ്പോൾ അപ്പോഴാ ശ്രദ്ധിക്കണ്ടേ. പ്രാർത്ഥനാ യോഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും വേദപുസ്തകം വായിക്കുമ്പോഴും ഒക്കെ നമ്മൾ ബോധത്തിൻ്റെ കൊടുമുടിയിലാണ്. ഈ പ്രാർത്ഥനാ യോഗം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ അശുദ്ധാത്മാവ് പിടിച്ചവരൊക്കെ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സെന്റ് തേഫാൻ ദ റെക്ലൂസ് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ട്രൂ പാത്ത് എന്ന് പറയുന്ന മനോഹരമായ കൃതിയിൽ ഈ ആത്മീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു അപകടം നമ്മൾ നയിക്കുന്ന പള്ളി ജീവിതമാണ്. അതുകൊണ്ട് അവസാനിക്കുകയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥനയോഗത്തിന് പോകുന്നു, സംഘടനകളിൽ പ്രവർത്തിക്കുന്നു, അവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പൊ ഇതൊന്നും ചെയ്യാത്തവരെല്ലാം മോശക്കാരും കുറ്റക്കാരും ഒക്കെയാണ്, നമ്മൾ കുറെ കൂടി മെച്ചപ്പെട്ടവരാണ് എന്നുള്ളൊരു അപകടത്തിലേക്ക് നമ്മൾ ഒരു സ്വയനീതീകരണത്തിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ടെന്ന് സേഫാൻ ദ റെക്ലൂസ് മനോഹരമായി പറയുന്നുണ്ട്. അതൊരു അപകടം തന്നെയാണ്. അത് പ്രാർത്ഥനയോക്കാർക്ക് മാത്രമല്ല, അതിങ്ങനെ അതിന്റെ ഗ്രാവിറ്റി കൂടിക്കൂടി വരും. അച്ഛന്മാർക്ക്, മെത്രാച്ചന്മാർക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും അത് കൂടിക്കൂടി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ മാത്രമാണ് ശരി എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക്, നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണയിലേക്ക്, അതിനപ്പുറത്തേക്ക് ഒരു അതിലംഘനം, ഒരു ഉല്ലംഘനം. അതാണ് യേശു ഇവിടെ പറയുന്നത്. മോശ, ഏലിയാവ്, ഇത്രയും വലിയ നേതാക്കന്മാരുടെ നീതിബോധത്തിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും സഞ്ചരിക്കാനുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ കൂടി നമുക്ക് തരുന്നുണ്ട്. അത് നമ്മുടെ പള്ളി ജീവിതങ്ങളെ കുറെ കൂടി നവീകരിക്കാൻ ഈ ദർശനത്തിന്റെ വ്യാഖ്യാനം ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും നല്ല ശ്രദ്ധയ്ക്ക് ഹൃദയപൂർവമായ നന്ദി.